അമ്മയല്ലേ വേറെ അമ്മേ. സാറേ വീട്ടിൽ കയറിയിട്ട് പോവാ. അയ്യോ വേറെ ദിവസം വരാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. പോട്ടെ മിസ്. അങ്ങനെ അമ്മച്ചിക്ക് കോരും പിടികിട്ടി. ഇനി കുറച്ച് റൂട്ടാക്കാം. സാറേ ഡെയിലി വരണം കേട്ടോ. ഡെയിലി വന്നാലേ വയറ് കുറയും. ലോറൻസ് സാർ വരുമ്പോൾ മാത്രം വന്നിട്ട് കാര്യമില്ല. സാർ ഓൾറെഡി ഫിറ്റാ. അത് വൈകുന്നേരം ആകുമ്പോഴല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ വയറ് വേണം. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അല്ലാതെ നിങ്ങളുമാതിരി വയറ് ഒട്ടിച്ച് പിടിച്ചിട്ട് ഇത് ഭയങ്കര ഗ്ലാമറാന്ന് വിചാരം. ഇത് ഭയങ്കര ബോറാത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബോഡി ഷേമിങ്ങാ. ഞാൻ കേസ് കൊടുത്ത ആളുണ്ടല്ലോ, നിങ്ങൾ ആഫീസ് പൂട്ടും. ചെല്ലി ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട് ട്രെയിനർ ചമ്മിയില്ലേ? എങ്ങനെയെങ്കിലും ഒട്ടിക്കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങള് കളിക്കുന്നത്. ഞാനും അതിന് തന്നെയാ. തുടങ്ങിയോ? ഞാൻ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ. ഒന്നടിക്കുന്നു. അടിച്ചിട്ട് സംസാരിക്കാണ് അതിന്റെ രീതി. അല്ലാണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അടിക്കുമ്പോൾ ഒന്നിൽ നിൽക്കൂല, മിനിമം 4 അടിക്കണം. എനിക്ക് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടേ. അതുകൊണ്ടാ ചിലപ്പോൾ 5 ആവും. ഇവിടുത്തെ പണിക്കാർ സാറേ സമരം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട്. പിന്നെ അതായത് ഇവർക്ക് ശമ്പളം കൂട്ടി വേണമെന്നാണ് പറയുന്നത്. പണിക്കാരാണ് ഇല നുള്ളിയിട്ടും തീരുന്നില്ല. കൂട്ടിക്കൊടുക്കാനോ? എടോ ഇന്നാളല്ലോ കൂട്ടിക്കൊടുത്തേ. ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കൊന്നുമില്ല. മാനേജ്മെന്റ് തീരുമാനമോ? സാറ് വിചാരിക്കണോ? മാനേജ്മെന്റിനോട് പോയി പണി വെക്കാൻ പറയും. മാനേജ്മെന്റ് മാത്രം ഇവിടെ സൂക്ഷിച്ചാൽ മതിയോ? പണിക്കാർക്ക് സൂക്ഷിക്കണ്ടേ? വേണ്ടേ? ഒന്നും കഴിക്കാം, സൂക്ഷിക്കണം. കുറ്റി ഇനി അടിക്കണ്ട. നാളെ രാവിലെ കണക്കായിട്ട് എത്തിക്കൊള്ളണം കേട്ടോ. എടാ കോപ്പിലെ മാനേജറെ, ഒരു കണക്ക് എനക്ക് കൂട്ടി കൊടുക്കാൻ പറ്റൂലേ? പറ്റൂലേ? പറയ്. ഓവറായി പോയി സാർ. നാളെ കുറെ വർക്ക് ഉണ്ട്, വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നും ഇത് കിട്ടിയാലെനിക്ക് ശരിയാവും. എടാ ഇത് ലോറൻസിന്റെ കോടാണോ? എന്തെങ്കിലും പ്രശ്നമാവോ? പോവാൻ പറ. ഇറങ്ങണ പുറത്ത്. അതിന് തനിക്കെന്തിൻ്റെ കടപ്പാടോ? താൻ്റെ മാനേജറല്ലേ?
തന്നെ കണ്ടോളൂ. നമ്മളെ ഇറക്കണോ ഇവനേതാണ്? എന്താ സാറേ നോക്കുന്നേ? ഇത് സ്ഥലം വേറെയാ. തന്റെ കളിയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ. മനസ്സിലായോ? സാറേ സാറേ പഴയ സൂക്കർ തുടങ്ങിയ പഠിച്ചാനെ ഒന്നെങ്കിൽ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്നെ പിരിച്ചു വിടണം. എന്ത് പറയുന്നു? പൂക്കുട്ടി ഇവിടെ നിന്ന് പോകുന്നു തോന്നുന്നുണ്ടോ? സാറിന് തണുക്കുണ്ടോ? താൻ വേണമെങ്കിൽ അടിച്ചു അടിച്ചു. എനിക്ക് ചൂടാണല്ലോ. തീരെ ചൂടില്ല. ചൂടെടുത്തിട്ട് മനുഷ്യ പൊണക്കമീൻ പോലെ ആയിപ്പോ. പൂക്കുട്ടി ഇവിടെ നിന്ന് പോവും. ഇനി കൊല്ലാനുള്ള പരിപാടിയാണോ? എന്താ സാർ അങ്ങനെ പറഞ്ഞേ? ഒരു റിയാക്ഷനും ഇല്ലല്ലോ. ധൈര്യത്തിനൊന്നും അടിക്കാം. സാറേ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? സാറിന് ആ റോസ്മേരി ആയിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്കറിയാം. അത് വെറും ചുറ്റിക്കളിയാണോ അല്ല ഈ കാര്യം കഴിഞ്ഞിട്ട് വിടാനുള്ളതാണോ? എത്ര എത്ര കുട്ടികളല്ലേ സാറിങ്ങനെ പറ്റിക്കണേ? ഓർക്കറിയോ? മുഴുത്ത പ്രാന്താണല്ലേ. മുഴുത്ത എടാ കഴിഞ്ഞു, കൈവിടറോ? വിടാൻ തോന്നില്ല. നല്ല സോഫ്റ്റ്. സിസ്റ്ററുടെ പേരെന്താ? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? അല്ല ഒന്നുമില്ല, വെറുതെ സാവധാനം ചെയ്താൽ മതി. എനിക്ക് തിരക്കില്ല. എനിക്ക് തിരക്കുണ്ട്. ആണോ? കഴിഞ്ഞോ? ആ കഴിഞ്ഞ്. ഇടയ്ക്ക് വരണേ. ഒന്ന് പോടോ. ഒരാശ്വാസം പോയി. ആ എങ്ങനെയുണ്ടിപ്പോ? തലക്കടിയിട്ട് എങ്ങനെ ഉണ്ടാവും? നല്ല സുഖമുണ്ട്. ആ ചെങ്ങായിൻ്റെ അടുത്ത് എങ്ങനെയും കഴിച്ചിലാവും നോക്കും മോളെ. അയാൾക്ക് മുഴുത്ത ഭ്രാന്ത. മൂപ്പരിക്ക് സൂക്കറിൽ പുറത്ത് പറയായിട്ടാ. ആള് പാവാ. ഈ സൂക്കറിന് ഇംഗ്ലീഷിൽ എന്തോ ഒരു പേരുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ മുന്നിലാരാ നിൽക്കണേ എന്താ ചെയ്യുന്നതെന്ന് ഒരു ബോധം ഉണ്ടാവില്ല. ഞാൻ എത്ര പ്രാവശ്യം അനുഭവിക്കണ്. ഇതിൻ്റെ മുന്നേ എസ്റ്റേറ്റിൽ നിന്ന് സെക്യൂരിറ്റീനെ അടിച്ച് തോളലിൽ പൊട്ടിച്ച് പോലീസ് കേസുമായി. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി അയാളെ മുന്നിലേക്ക് പോവില്ല. സാറിപ്പോ എവിടെ ഉണ്ട്? മുറിയടച്ച് ബംഗ്ലാവിൽ ഇരിക്കുക. ആ സമയത്ത് ആരും കാണാൻ അയാൾക്ക് ഇഷ്ടമല്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പം വയലൻ്റ് ആവും. എന്നാ ഞങ്ങള് പോട്ടെ സാറേ. ശരി. ഒരു സൂക്കട് കാണാൻ വരുമ്പോൾ ഒരു ഓറഞ്ച് ആപ്പിൾ ഒന്നും കൊണ്ടുവരാതെ കണ്ട് പോരും. ആ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല വേദന ഉണ്ട്. ഡൈക്ലോഫിനാക്ക് കൊടുത്തായിരുന്നു. ഞാൻ തന്നില്ലേ?
ഇത് കാഷ്വാലിറ്റിന്നാ. ഒരു ഡൈക്ലോ ഇഞ്ചക്ഷൻ കൊടുത്തോളൂ. ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ട്. എല്ലാം ശരിയായിക്കോളും. ശരി എന്നാ. ശരി. പോവാ. ഇത് എഴുതി എങ്ങനെ വേന മാറി കുടിക്കണ്ടേ? ഇച്ചായ